പരമ്പരാഗത രീതിയിലുള്ള ചക്രം ഉപയോഗിച്ച് മൺപാത്ര നിർമ്മാണം നടത്തുന്ന കേരളത്തിലെ അപൂർവം സംരംഭങ്ങളിൽ ഒന്നാണ് ആനക്കരയിലെ നിർമ്മിതി മൺപാത്ര യൂണിറ്റ്. അവിടേക്ക് നിന്നാലും മുളക് ഇടുള്ളൂ. അവിടേക്ക് നിൽക്കണം. അങ്ങനെ ഇടുള്ളൂ മുളക്. പരമ്പരാഗത ശൈലിയിൽ കൈകൊണ്ട് മൺപാത്രം നിർമ്മിക്കുന്ന ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഞങ്ങൾ ആനക്കര പഞ്ചായത്തിൽ കുറേ കൊല്ലമായി, 10, 50, 60 കൊല്ലമായി മൺപാത്രം പാരമ്പര്യമായിട്ട് തുടങ്ങിയതാണ്. ഈ പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിൽ ഞങ്ങൾ മാത്രമേ ഇത് ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് എല്ലാ ഓർഡറുകളും ഞങ്ങൾക്ക് കിട്ടലുണ്ട്. പിന്നെ മെഷീനറി സാധനങ്ങളൊക്കെ ബ്ലോക്കിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ ഞങ്ങൾ വാങ്ങി കുറച്ച് മണ്ണും വിറകും ഒക്കെ ഇറക്കി. ഒട്ടേറെ അധ്വാനവും ക്ഷമയും കരവിരുതും ആവശ്യമായ ഒന്നാണിത്. ഒരു ദിവസം മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ കളിമണ്ണ് തലേന്നാൾ തന്നെ വെള്ളം ചേർത്ത് കുതിർത്തിടണം. സാധാരണയായി വീട്ടിലെ സ്ത്രീകളായിരുന്നു ഈ പ്രവൃത്തി ചെയ്യുക. പിറ്റേന്ന് മണൽ ചേർത്ത് കല്ലും മറ്റ് അനാവശ്യ വസ്തുക്കളും നീക്കം ചെയ്ത് കുഴച്ചൊരുക്കുന്നതാണ് യഥാർത്ഥ കളിമണ്ണ്. ഇതിനെ 5-10 കിലോയോളം വരുന്ന ചെറു ഉണ്ടകളാക്കി മാറ്റി അത് പിന്നീട് കുലാലയ ചക്രത്തിൽ വെച്ച് കറക്കി മൺപാത്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുക. മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്ത്രീ പുരുഷ സമത്വം ദർശിക്കാൻ കഴിയും. കുലാലയ ചക്രത്തിൽ വെച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പുരുഷന്മാരാണ്. ഇതേ സമയം ചക്രം തിരിക്കുന്നത് മിക്കവാറും വീട്ടിലെ സ്ത്രീകളായിരിക്കും. കളിമണ്ണ് ചവിട്ടിക്കൂട്ടി ശരിയാക്കി മണ്ണരയ്ക്കുന്നത് മെഷീനിലാണ്. കേരളത്തിലെ മൺപാത്ര നിർമ്മാണ രംഗത്തെ പരമ്പരാഗത തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ 3 കൂടിയിട്ട് കുടുംബശ്രീ സംഭരണം തുടങ്ങിയിട്ട് കടകളിലും ഓണച്ചന്തയും പിന്നെ ബ്ലോക്ക് എല്ലാ മേളകൾക്കും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ മെച്ചപ്പെട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, മെഷീനാവുക കാരണം കൊണ്ട്. മറ്റത് ഞങ്ങൾ ആളെ വെച്ചിട്ടായിരുന്നു ചെയ്യിപ്പിച്ചിരുന്നത്.
ആന്ധ്രയിൽ നിന്ന് ഒരു നൂറ്റാണ്ട് മുൻപ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആനക്കര നയ്യൂരിലെ വരട്ടിപ്പള്ളിയാലിലെത്തിയവരാണ് നിർമ്മിതി മൺപാത്ര യൂണിറ്റ് സംരംഭകരുടെ പൂർവികർ. ലക്ഷ്മി ദേവി, പൊന്നു, ദിവ്യ എന്നീ 3 കുടുംബശ്രീ പ്രവർത്തകരാണ് 2019 കുടുംബശ്രീ സംരംഭമായി രജിസ്റ്റർ ചെയ്ത് നിർമ്മിതി തുടങ്ങുന്നത്. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ മൺപാത്ര കടകളിലേക്കെല്ലാം ഇവർ തങ്ങളുടെ മൺപാത്രങ്ങൾ എത്തിച്ചു നൽകി വരുന്നുണ്ട്. സംസ്ഥാനത്താകെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന കുടുംബശ്രീ മേളകളിലും എക്സിബിഷനുകളിലും ഇവർ മൺപാത്രങ്ങൾ വിൽക്കാൻ എത്താറുണ്ട്. കഴിഞ്ഞ വർഷം വിവിധങ്ങളായ ചക്ക ഉൽപ്പന്നങ്ങളും തയ്യാർ ചെയ്ത് കൂട്ടത്തിൽ ഇവർ തങ്ങളുടെ പരമ്പരാഗത തൊഴിലിനെ നിലനിർത്തി അതിലൂടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നിർമ്മിതി മൺപാത്ര യൂണിറ്റ് എന്ന കുടുംബശ്രീ കൂട്ടായ്മ. പണ്ട് ഞങ്ങൾ കൊണ്ട് നടന്ന് വിറ്റിരുന്നു. ഇപ്പോൾ കൊണ്ട് നടന്ന് വിൽക്കലില്ല. ഇപ്പോൾ കടകളിലും വീടുകളിലും അവർ ഓർഡർ തരുന്നതിനനുസരിച്ച് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പണി.